ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഒരു ഹിഡൻ ജെം ഐലൻഡിലോട്ടാണ് പോകുന്നത്. എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മുടെ കൊല്ലം ജില്ലയിലെ വൺ ഓഫ് ദ മേജർ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. കല്ലടയാറിൻ്റെയും അഷ്ടമുടിക്കായലിൻ്റെയും ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഭയങ്കര പീസ്ഫുൾ ആൻഡ് കാമായിട്ടുള്ളൊരു സ്ഥലമാണ്. എവിടെ തിരിഞ്ഞാലും വാട്ടർ വ്യൂസ് മാത്രം കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് സ്ഥലം ഗെസ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഗെസ് ചെയ്തോ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വീഡിയോയിൽ വഴിയെ പറയാം. ഗുഡ് മോർണിംഗ് ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളെങ്ങോട്ട് വന്നു? മൺട്രോതുരുത്തുമാണ്. കറക്റ്റ് സ്ഥിരം കലവരയുടെ നട്ടുച്ച സമയത്ത് നമ്മളന്ന് മൺട്രോതുരുത്തിന് ബോട്ടിങ്ങിന് പോവാണ്. ഇന്ന് വൈകിട്ട് പറ്റുമെങ്കിൽ ഞാനെന്ന വീട്ടിൽ പോകും. ഒറ്റയ്ക്ക് ഞാൻ ആദ്യമായിട്ട് ഓൾ ദ വേ ഫ്രം കുളത്തൂപ്പുഴ ടു ട്രിവാൻഡ്രം. ബാക്കി ഇവിടെ എത്തിയിട്ട് പറയാൻ കിട്ടും. സ്ഥലമെത്തി. നമ്മളിവിടെ തൊപ്പി മേടിച്ചു കേസ് നട്ടുച്ചയ്ക്ക് എത്തിയതുകൊണ്ട് +1 മാങ്ങ വെള്ളം. ഓവിസ് മൈ തൊപ്പി. നമ്മുടെ വെള്ളം ഇപ്പോൾ വരും. ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി. എന്തേലും പറഞ്ഞായിരുന്നു ചേട്ടൻ ഹിഡൻ സ്പോട്ടുകളൊക്കെ കാണിക്കാന്നാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബ്രദറാണ്, കസിൻ ബ്രദറാണ് നമ്മളിപ്പോൾ കൂടെ വന്ന ചേട്ടൻ ഇവിടുത്തെ ലോക്കൽ ആളാണ്. എല്ലാ ഹിഡൻ സ്പോട്ടുകളെല്ലാം കാണിക്കാൻ സെറ്റാണെന്നാണ് പറഞ്ഞത്. ഫുഡ് കഴിച്ചിട്ട് കയറണമെന്നാണ് ആദ്യം ചോദിച്ചത്. വേണ്ട, നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് ജയാമ്മയുടെ നല്ല അടിപൊളി മീൻകറിയും വെജ് കുറുമയൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. സോ വി ആർ ഫുൾ. അപ്പോൾ വന്ന ഉടനെ കഴിക്കണ്ടെന്ന് വെച്ചിട്ട് ഇത് കഴിഞ്ഞിട്ടാണ് കഴിക്കാൻ പോകുന്നത്. കയാക്കിങ്ങോ? രണ്ടുപേര് മാത്രമേ തുഴഞ്ഞ ബോട്ട്. അത് വേണ്ട, ഞാൻ പറഞ്ഞു വേണ്ടി വരില്ല. പിന്നെ മൺട്രോതുരുത്തിൽ നമ്മൾ ഇവിടെ ഇറങ്ങി വെക്കില്ലേ, സാമ്പ്രാണിക്കുടിയില്ലേ, അതേപോലുള്ള സെറ്റപ്പ് കൂടെ ഉണ്ടാവും. കാണിച്ചിറങ്ങി എനിക്കിറങ്ങണ്ടേ? ഏറ്റവും പേടിയുള്ള സാധനമായിരുന്നു ഈ വള്ളം. ഇപ്പൊ പേടി മാറി ഇല്ലേ? ഇപ്പൊ എന്റെ പേടി മാറിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഇതൊക്കെ ഉണ്ടാ ഒരാൾക്കുള്ള 2 പേർക്ക് കൊണ്ട് തരാം. എനിക്ക് വേറെ ഉണ്ട്. വെള്ളം ഒന്ന് പിടിക്കുവോ? ഇതാരിത്? ഞാൻ ഇപ്പുറത്ത് ഫേസ് ചെയ്തിരിക്കാൻ മാങ്ങയുടെ താഴെ വെച്ച്. എൻ്റെ പേടി മാറി തുടങ്ങി കേസ്. എനിക്ക് വള്ളത്തിനടുത്ത് അത്ര പേടി തോന്നിയില്ല. സീക്രട്ടൊക്കെ പറയുന്നു. അപ്പോൾ ഇതാണ് മൺട്രോതുരുത്ത്. ഇവിടെ എല്ലാം ഭയങ്കര സ്ലോ ആണ്, സൈലൻ്റ് ആണ്, പീസ്ഫുള്ളാണ്. നമ്മൾ എത്തിയപ്പോൾ ഒരു ഉച്ചയായിപ്പോയി. അതുകൊണ്ട് വെയിലിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്തുന്നവർ ഒരു ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഒരു ഈവനിങ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ചുറ്റിനും കനാലുകളും കുഞ്ഞു കുഞ്ഞു തോടുകളും അതുപോലെ കണ്ടൽ കാടുകളും നമ്മുടെ മാൻഗ്രോവ്സ് ഒക്കെയാണ് ചുറ്റും കാണാനായിട്ട് പറ്റുന്നത്. അത് മാത്രമല്ല, അല്ലാത്ത ചെടികളും ഒരുപാടുണ്ട്. മൊത്തം 2 മണിക്കൂറായിരുന്നു നമുക്ക് ഈ വള്ളത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന സമയം. ഈ 2 മണിക്കൂറിൽ അത്യാവശ്യം കവർ ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ടായിരുന്നു. സൺസെറ്റും സൺറൈസും ഒക്കെ കാണാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഈ കണ്ടൽ ചെടികളുടെ ഇടയിലൂടി പോകുമ്പോൾ അവിടെ കൂടി ഈ ഒരു സൺറൈസും സൺസെറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഒരു വള്ളം പോയപ്പോൾ അടുത്ത് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്.
നമ്മുടെ സാമ്പ്രാണിക്കൊടിയിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഇവിടെയും നമ്മുടെ മുട്ടോളം പോലും ഇല്ലാത്ത അത്രയും വെള്ളത്തിൽ നമുക്ക് കുറച്ച് നേരം എല്ലാവരുമായിട്ട് പോവുകയാണെങ്കിൽ ഇറങ്ങി നടക്കാനും കുറച്ച് നേരം ഇറങ്ങി നിൽക്കാനൊക്കെ പറ്റുന്ന ഒരു സ്പോട്ടുണ്ട്. അപ്പോൾ അവിടോട്ടാണ് നമ്മളിപ്പോൾ നെക്സ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. Oh God, accident. എന്നാ ചേട്ടനും ചാട് ചാട്. ഇത്രയുള്ള ആഴമില്ല അല്ലേ, ഷൂ നനയും. വെള്ളമില്ല. മണ്ണ് കാണാൻ പറ്റുന്നോ നോക്കണം. മണ്ണ് കാണുന്നിടത്ത് മാത്രമേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചെളിക്കകത്തോട്ട് പോകില്ല, കറുത്ത് കിടക്കുന്നിടത്തോട്ട് പോകില്ല. വെയില് പോയി തുടങ്ങി ഭാഗ്യം. ഇവിടെ സാമ്പ്രാണിക്കൊടി പോലെ നമുക്ക് വെള്ളത്തിലിറങ്ങി വള്ളത്തിൽ നിന്ന് ചാടി വെള്ളത്തിലിറങ്ങാം. 2 hours ഓഫ് ട്രാവലും ഉണ്ട് നമുക്ക് ബോട്ടിൽ. വട്ടക്കായലിന് നടുക്ക് വെള്ളത്തിൽ അഷ്ടമുടിക്കായൽ അഷ്ടമുടിക്കായൽ. വീക്കെൻഡ് പോയതുകൊണ്ടായിരിക്കും ഈ ഒരു സ്പോട്ടിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമുക്ക് ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഒരു ദിവസം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടും കൂടിയാണിത്. അവർ പറയുന്ന ആ ഒരു സ്ഥലത്ത് മാത്രം ഇറങ്ങാനായിട്ട് നോക്കുക, അല്ലാത്ത സ്ഥലത്ത് ചിലപ്പോൾ താഴ്ന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. മീനെ പിടിക്കാൻ പോവാണ്. മിക്കവാറും ചെളിക്കുണ്ടിലോട്ടായിരിക്കും തോന്നുന്നു മീനെ പിടിക്കാൻ പോകുന്നത്. ഓ അയ്യോ, ചീഞ്ഞ് സാധാരണ അങ്ങനെ ചെയ്യാത്തതാണ്, വല്ലപ്പോഴേ ചീഞ്ഞ ഒരെണ്ണം വരും. ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. നോക്കി ഇതെന്നാ റീല് തന്നെ നിന്നത്. ഇന്ന് ഉച്ചകുത്തി വീഴും. നോയ്യോ, വാട്സപ്പ് മെസ്സേജ് പോയതാണ്. 1300 തുമ്മിന്നും പറഞ്ഞ് അവിടെ സ്കൂട്ടായിരിക്കുകയാണ്. മിക്കവാറും കറങ്ങിപ്പോയി കയറേണ്ടി വരില്ല, അവരെടുത്ത് കയറ്റേണ്ടി വരില്ല. അവിടെ കൊണ്ട് ചെളിയാണെങ്കിൽ വാങ്ങ വാ. നീ ഇൻഡിപെൻഡന്റ് വുമനൊക്കെ തന്നെ സമ്മതിച്ചു, നീ വാ. തന്നെ സമ്മതിച്ചു, വാ. തീരത്തില്ല. 4 മണിക്കൂറൊക്കെ സിമ്പിളായിട്ട് എടുക്കാം. ഒരാൾക്കോ? അല്ലല്ല, 800 രൂപ നമുക്ക്. നിങ്ങൾ 2 പേര് വന്നാലും ഒരാൾ വന്നാലും ഒരു വള്ളം പോകുന്നതിന് ഒരു റേറ്റാണ്. അങ്ങനെയാണോ? അങ്ങനെ നമ്മളിപ്പം ഒരാളെ കാത്തിരിക്കത്തില്ല. ഒരാളാന്ന് വിചാരിച്ചാൽ നമുക്ക് നമ്മുടെ ഇത് കിട്ടുവാണെങ്കിൽ, നമ്മുടെ റേറ്റ് കിട്ടുവാണെങ്കിൽ നമ്മളങ്ങ് പോകും. എന്നുവെച്ചാൽ ഒരാളാണെങ്കിൽ 600 രൂപ വരാൻ പറ്റത്തുള്ളെങ്കിൽ 1 മണിക്കൂർ.
ഇത് മാത്രമല്ല, പോകുന്ന വഴിയൊക്കെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അതുപോലെ എൻ്റെ ദേ സൈഡിൽ കാണുന്നത് മത്സ്യകൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അതുപോലെ ഈ കുഞ്ഞു കുഞ്ഞു കലുങ്കുകളുണ്ട്, കുറേ പാലങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിലൂടെയൊക്കെ പോകുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇത് പല സൈസിലുള്ളതുണ്ട് കേട്ടോ. തീരെ കുഞ്ഞിൻ്റെ അടിയിൽ കൂടെ പോലും നമ്മളിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഈ ഒരു സ്പോട്ട് പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര എന്താ പറയുക, നമ്മൾ ഇച്ചിരി വെയിലത്തും കൂടെ പോയതുകൊണ്ടായിരിക്കും ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. അതിനിടയ്ക്ക് ഇതേ ഒരാൾക്ക് മരത്തിൽ കയറാനായിട്ടുള്ള ഒരു ഭയങ്കര ഒരു ആഗ്രഹം കാരണം കയറി തിരിച്ചിറങ്ങാൻ പറ്റാതെ കുറച്ച് നേരം ഒന്ന് അവിടെ പെട്ടിരുന്നിട്ടുണ്ടായിരുന്നു. കമ്പൊടിഞ്ഞ കോമഡി ആയിരിക്കും. അപ്പുറത്തല്ലേ റോങ് വേ. അയ്യേ, അതെന്തത്? നമുക്ക് പോവാൻ ചേട്ടാ. ആ എന്നെ കാണാൻ കിലുക്കത്തിലെ രേവതി ഒപ്പിലിട്ട് നമ്മളും കണക്ക് കൂട്ടുന്നതൊക്കെ ശരിയാണ്. ഞാൻ തലയിൽ കൂട്ടു. Who cares? മാഷി ഓ ദൊറോത്ത് തൊപ്പ് കയറിയ ഹൈപ്പാക്കരുത്. കയറി പോയില്ലെങ്കിൽ അതവിടെ തട്ടുമെന്ന് തോന്നുന്നു. അത് തട്ടും. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലൈഫിൽ ഒരിക്കലെങ്കിലും പോകേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും സമയം കിട്ടുന്നത് പോലെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് കുറച്ച് സമാധാനം ആഗ്രഹിക്കുന്നൊരു ദിവസം ഒന്ന് പോയി ട്രൈ ചെയ്തിട്ട് വരൂ. അപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.